ശ്രീ കെ അനിൽകുമാർ, ഞങ്ങൾ RSSുമായും ചേർന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്ത് വിവാദം ഉണ്ടാകാനാണ്? ഈ സെന്റൻസിന്റെ പ്രഹരശേഷി ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് എന്താകും എന്ന് അറിയാത്ത ആളാണോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ആദ്യം ഞാൻ ഇന്നത്തെ ചർച്ചയിൽ ഒരു സന്തോഷകരമായ കാര്യം പറയുകയാണ്. ഒരേ സമയം 2 RSSകാരോട് സംവദിക്കാൻ എനിക്കൊരു അവസരം തന്നതിന് അഭിലാഷ് മോഹന് നന്ദി പറയുന്നു. കാരണം ബഹുമാനപ്പെട്ട B ഗോപാലകൃഷ്ണൻ ഉപേക്ഷിച്ചു അല്ല, അത് ഞാൻ വായിച്ചില്ല ഇതുവരെ. RSS രാജിവെച്ചതായി സന്ദീപ് വാര്യർ നാളെ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. RSSുമായി സഹകരിച്ചതിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം കേരള സമൂഹത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ടോ? എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ ആവശ്യമില്ലാത്തത്? RSSൽ നിന്ന് രാജിവെക്കാതെ എങ്ങനെ കോൺഗ്രസ് ചേരാനാകും? അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നി. ഇന്നത്തെ ഈ വിഷയത്തിനകത്ത് എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: RSSൽ നിന്ന് രാജിവെക്കാത്ത ഒരാൾക്ക് കോൺഗ്രസിൻ്റെ വക്താവായി ഇവിടെ വരാം. ഇതാണ് ഇന്ത്യയിലെ RSS ഒരേപോലെ കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കാൻ ആളെ വിടുന്നുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഞാൻ ചോദിക്കുന്നത്, എതിരാളികൾക്ക് അടിക്കാൻ പാകത്തിനൊരു വടി കൊണ്ടുപോയി കൊടുക്കാനുള്ള അത്രയും ലാഘവ ബുദ്ധിയാണോ CPM സംസ്ഥാന സെക്രട്ടറി കാണിക്കേണ്ടത് എന്നുള്ളതാണ്. അവധാനതയോടുകൂടി രാഷ്ട്രീയം സംസാരിക്കേണ്ട സമയത്ത് അനായാസം അപ്പുറത്തെ പോസ്റ്റിൽ ഗോളടിക്കാൻ പാകത്തിനൊരു പന്ത് കൊണ്ട് വെച്ചു കൊടുക്കുകയായിരുന്നില്ലേ ചെയ്തത് അദ്ദേഹം? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, അങ്ങനൊരു പന്ത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ചങ്കത്ത് നിന്ന് കൊള്ളുന്നത്, അവരുടെ ഗോൾ പോസ്റ്റ് കയറുന്നത്? എണ്ണി എണ്ണി മുഖ്യമന്ത്രി പറഞ്ഞത് നാട്ടിലെ ആളുകൾക്ക് മറന്നു പോകുന്ന കാര്യമാണോ? അയ്യന്റെ മോനെ, ഈ ജനങ്ങളെ മുഴുവൻ പൊളിറ്റിക്കൽ സയൻസിന്റെ ക്ലാസ് എടുത്ത് അന്ന് ജനതാ പാർട്ടി രൂപീകരിച്ചത് ഇങ്ങനെയാണ്. ജനതാ പാർട്ടിയിൽ ഇന്ന ആൾക്കാരാണ് ഉണ്ടായിരുന്നത്, അതിൽ മതേതരർ ഇത്ര, വർഗീയവാദികൾ ഇത്ര, ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ സമീപനം. ഇതൊക്കെ പറയാൻ ഒറ്റ വാചകത്തിന്റെ പ്രഹരശേഷിയിൽ അതെല്ലാം ഇല്ലാതാവില്ല. RSSുമായി ഞങ്ങൾ ചേർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയേണ്ട ആളാണോ CPM സംസ്ഥാന സെക്രട്ടറി എന്നുള്ളതാണ് ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ ഈ നിലമ്പൂർ പ്രചരണമെല്ലാം അവസാനിച്ച ശേഷം തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ച് ആരാന്ന് എല്ലാവർക്കും അറിയാം. അവിടെ BJPയും പ്രതിപക്ഷ നേതാവും വേദി പങ്കിടുന്നു. അതിനൊന്നും ഇല്ലേ? എന്താ പ്രശ്നം? എന്താണ്? ആശാപ്രവർത്തകരുടെ യഥാർത്ഥ പ്രശ്നം കേന്ദ്രത്തിൻ്റെതാണ്. ആ കേന്ദ്രത്തിൻ്റെ നയം എന്ന് പറയുന്നതാണ് ആശാപ്രവർത്തകർക്ക് ഇന്ന് നിഷേധിക്കപ്പെടുന്നത്. ഞങ്ങൾ ചർച്ച ചെയ്ത വികസനമാണ്, ഞങ്ങൾ ചർച്ച ചെയ്ത ക്ഷേമമാണ്, ഞങ്ങൾ ചർച്ച ചെയ്തത് മതനിരപേക്ഷതയാണ്. ഈ കേരളത്തെ പോലെ വർഗീയ കലാപമില്ലാത്തൊരു ഇന്ത്യ വേണ്ടേ? വേണമെങ്കിൽ കേരളത്തെ പോലെ ഒരു മാതൃകാ ഗവൺമെന്റ് ഇന്ത്യയിൽ വരണം. അതാണ് ഞങ്ങളുടെ വാദം. സന്ദീപ് വാര്യർ പിന്നെ തുടങ്ങിയേക്കാം. അദ്ദേഹം ഈ 6 മാസം മുമ്പ് ഞാൻ BJP വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നതിനെ കുറിച്ച് ഈ രീതിയിലുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞല്ലോ. എന്തായാലും ഞാൻ അതിനെ പുച്ഛിച്ച് തള്ളാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അനിൽകുമാർ CPM-ലെ എത്രയോ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളും നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. അപ്പോൾ ഞാൻ കോൺഗ്രസിൽ ചേർന്നതും എൻ്റെ മതേതര ക്രെഡൻഷ്യൽസ് സംബന്ധിച്ചും AK ബാലൻ നൽകിയുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ അത് ഫ്രെയിം ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് AK ബാലട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതിലും വലിയൊരാളല്ല അനിൽകുമാർ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ് ചേരുന്നതിന് മുമ്പ് സംഘപരിവാറുമായിട്ടുള്ള എൻ്റെ എല്ലാ ബന്ധങ്ങളും വിജയിച്ച് പരസ്യമായി അതിനെ തള്ളിപ്പറയുകയും ഞാൻ പൂർണ്ണമായിട്ടും RSS മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജിയെ നിങ്ങളെക്കാൾ കൂടുതൽ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം കോൺഗ്രസിന്റെ മതേതര ഐഡിയോളജി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് RSSനെതിരായിട്ട് BJPക്കെതിരായി നിരന്തരമായി പടവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ CPM-നകത്തിരുന്നു കൊണ്ട് RSSന് വേണ്ടി സംസാരിക്കുന്ന, RSS ഭാഷയിൽ സംസാരിക്കുന്നയാളാണ് അനിൽകുമാർ. മലപ്പുറം ജില്ലയിലെ മുസ്ലിം പെൺകുട്ടികൾ തട്ടം ഉപേക്ഷിച്ചത് CPM-ന്റെ പ്രവർത്തന ഫലമായിട്ടാണെന്ന് പ്രസംഗിച്ച ആളല്ലേ അനിൽകുമാർ? ഏതിനകത്തിരുന്നുകൊണ്ട്? CPM-നകത്തിരുന്നുകൊണ്ട് RSSന്റെ ഭാഷയിൽ പ്രസംഗിച്ച ആളാണ് അയാൾ. എനിക്ക് സെക്യുലർ സർട്ടിഫിക്കറ്റ് തരണ്ട കേട്ടോ. അതവിടെ നിൽക്കട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളും നോക്കൂ. ഈ എന്ത് പച്ചക്കള്ളവും പച്ച നുണയും വിളിച്ചു പറയാൻ അശേഷം മടിയില്ലാത്ത അങ്ങേയറ്റത്തെ ചർമ്മബലമുള്ള കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് CPM-കാരെന്ന് ഇന്നത്തെ സംഭവത്തോടെ തെളിഞ്ഞിരിക്കുകയല്ലേ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? MV ഗോവിന്ദൻ രാവിലെ കൃത്യമായി അഭിലാഷിനോട് പറയുന്നു RSSുമായി ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. 67 സംയുക്ത വിധായക ദളിന്റെ കാര്യം പറയുമ്പോൾ പഞ്ചാബിൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് ആ മുന്നണിയുടെ കൺവീനറായി എന്ന് പറയുമ്പോൾ അനിൽകുമാർ അംഗീകരിക്കുന്നില്ല.
ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം പോലും 10 മണിക്ക് മാറ്റി പറയുന്ന ആളുകൾ എങ്ങനെയാണ് 67 കാര്യം അംഗീകരിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് 77 കാര്യം അംഗീകരിക്കാൻ പോകുന്നത്? ജനങ്ങൾ വിഡ്ഢികളാണെന്ന് അനിൽകുമാറും CPM കരുതരുത്. നിങ്ങൾ എത്രയോ കാലമായി ദേശീയ തലത്തെ RSSുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് തെളിവുകളുണ്ട്. നിങ്ങൾ മുന്നണികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ച് എല്ലാ ദിവസവും അടൽ ബിഹാരി വാജ്പേയിയുടെ വീട്ടിലോ സുർജിത്തിന്റെ വീട്ടിലോ വൈകുന്നേരം ചായ കുടിച്ചിരുന്നവരാണ്. ഒരു മുന്നണിയുടെ ഭാഗമായിരുന്നവരാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? വി ഗോപാലകൃഷ്ണൻ, ഒരു സെലക്റ്റീവ് അമിനീഷ്യ, ഒരു അമിനീഷ്യ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഈ CP മാറിയിട്ടുണ്ടോ? മിന്നാമിനിങ്ങിൻ്റെ സ്വഭാവമാണ്. ഇടക്കിടയ്ക്ക് സത്യം പറയും, ഇടക്കിടയ്ക്ക് സത്യം പറയുള്ളൂ. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? ജമാഅത്തെ ഇസ്ലാമി ഇപ്പം വലിയ എതിർപ്പാണ് കോൺഗ്രസുമായി. ജമാഅത്തെ ഇസ്ലാമി കൂടി. ജമാഅത്തെ ഇസ്ലാമി രാജ്യവിരുദ്ധ പ്രസ്ഥാനമാണ്, ഭരണഘടനയെ എതിർക്കുന്ന പ്രസ്ഥാനമാണ്. പക്ഷേ ഇതേ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണ് പല സ്ഥലങ്ങളിലും, മുക്കം കോഴിക്കോട് അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഇവർ പങ്കുചേർന്ന് ഭരിച്ചത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. മഹാരാഷ്ട്രയിലേക്ക് വന്നാലോ, ഇന്നലെ വരെ തീവ്രമായ, വളരെ വളരെ തീവ്രമായിട്ടുള്ള എന്താ പറയുക, മഹാരാഷ്ട്രീയവാദവും ഹിന്ദുത്വവാദവും ഒക്കെ ഉന്നയിച്ച ശിവസേനയ്ക്കെതിരെ എന്തൊരു ആരോപണമായിരുന്നു. ആ ശിവസേന ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് മാറി. ആ ശിവസേനയെ കൂടെ കൊണ്ടുവന്നു. ഞാൻ എൻ്റെ കയ്യിരിക്കുന്ന പുസ്തകം ഉണ്ടല്ലോ, ഇത് വെറുതെ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടൊരു ഇത് വേണ്ട, കാരണം പിണറായി വിജയൻ പുസ്തകമായിട്ട് വന്നേ. അതുകൊണ്ട് ഞാനും ഈ ചർച്ചയിൽ ദ ഫോർമേഷൻ ഓഫ് ജനസംഘ് എന്ന് പറയുന്ന ഒരു പുസ്തകവുമായിട്ടാണ് വന്നത്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഈ പുസ്തകത്തിൽ 1967 UP-യിൽ, ബീഹാറിൽ, പഞ്ചാബിൽ, മധ്യപ്രദേശിൽ അവിടെയൊക്കെ തന്നെയും ഈ ജനസംഘവുമായി കൂട്ടിച്ചേർന്നതാണ് ഈ CPM. ഇതൊരു നടത്തു പോണ മാതിരില്ല. പക്ഷെ അടിസ്ഥാന പ്രശ്നം എന്താ? 100 ദിവസം ആശാ വർക്കർമാർ സമരം ചെയ്തിട്ടും മിണ്ടാത്ത പിണറായി വിജയൻ. ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും, പല കാര്യങ്ങൾ സമരങ്ങളും നടക്കുമ്പോഴും, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരക്ഷരം പോലും പറയാത്ത പിണറായി വിജയൻ ഇന്നിപ്പം വളരെ പെട്ടെന്ന് വന്ന RSSനെ ഇങ്ങനെ നഖശിഖാന്തം തെറി വിളിച്ചതിൻ്റെ അടിസ്ഥാനം എന്താ? ഈ അടിസ്ഥാനം എന്ന് പറയുന്നത് മലപ്പുറത്തെ മുസ്ലിം വോട്ടാണ്. ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി എന്നുള്ളത് ഇവർ മനസ്സിലാക്കണം. മലപ്പുറത്തെ മുസ്ലിം വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയാശങ്കയാണ്. വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? ഇതിന്റെ കാലം കഴിഞ്ഞു അഭിലാഷേ. ഞാൻ പറഞ്ഞേ, ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. അവസരം വരുമ്പോൾ അവരോടും ഇവരോടും സഖ്യം ചെയ്ത് എങ്ങനെയും അധികാരം നിലനിർത്താനുള്ള അടവ് തന്ത്രത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.